afternoon. PDF കാണാമോ? നിമ്മിയുടെ കൂടെ പഠിക്കാൻ ഒരാളുണ്ടല്ലോ, നിമ്മി. എത്ര വയസ്സായി ആൾക്ക്? എത്ര വയസ്സായടോ? ഓക്കെ, 1.5 ആണോ? ഷുവർ. ഗുഡ് ആഫ്റ്റർനൂൺ. എന്തൊക്കെയുണ്ട് ശേഷം? എന്താണ് ശ്രീലക്ഷ്മി? പഠിക്കാൻ വൃത്തിയായിട്ടിരിക്കണം. ചാപ്റ്റർ പേഷ്യന്റ് റൈറ്റ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്, ചാപ്റ്റർ 3 കേട്ടോ. തീരാറായടോ, കുറച്ചും കൂടി ഉള്ളത്. എവിടെ പറഞ്ഞോണ്ടിരുന്ന ഇൻഡിക്കേറ്റേഴ്സ് ഓഫ് മെഷറിംഗ് പബ്ലിക് റിലേഷൻ അല്ലേ? ഇത് മുഴുവൻ പറഞ്ഞില്ലേ? മറന്നുപോയോ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് പബ്ലിക് റിലേഷന്റെ ക്വാളിറ്റി മെഷർ ചെയ്യാനായിട്ട് നമ്മൾ ഏതൊക്കെ ഇൻഡിക്കേറ്റേഴ്സ് ആണ്, ഏതൊക്കെ ജേർണൽ പറഞ്ഞുതരാം, ഏതൊക്കെ സൂചകങ്ങളാണ് ഉപയോഗിക്കുന്നത്. ഒന്ന് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ പറഞ്ഞുതരാം. ജനറൽ പബ്ലിക് ഒപ്പീനിയൻ ആൻഡ് നമ്പർ ഓഫ് കംപ്ലൈന്റ്സ് വരുന്നത് നോക്കും. പിന്നെന്താണ്, നമ്മുടെ മെഡിക്കൽ സ്റ്റാഫിന്റെ ഒരു ഇന്റർനാഷണൽ ജേർണൽ ഉണ്ട്, ഹെൽത്ത് ആൻഡ് സയൻസ് റിസർച്ചുമായി ബന്ധപ്പെട്ട വോളിയം 6 ഫെബ്രുവരി 2016. അത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, ഓരോ ഹോസ്പിറ്റൽസിന്റെ ആ ഒരു എന്താണ് പബ്ലിക് റിലേഷൻസുമായി ബന്ധപ്പെട്ട് ആ മെഡിക്കൽ സ്റ്റാഫ് ഫുൾ ടേൺ ഓവേഴ്സ് എത്രയാണ് നമുക്ക് ഈ ഒരു വോളിയം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അത് മെഷർ ചെയ്യാനായിട്ട് സാധിക്കും. എത്രത്തോളമാണ് അതിൽ വരവ് വരുന്നത്. അതാണ് കേട്ടോ, ആ ജേർണലിന്റെ പേരാണത് ഇന്റർനാഷണൽ ജേർണൽ ഓഫ് ഹെൽത്ത് സയൻസ് ആൻഡ് റിസർച്ച് എന്ന് പറയുന്നത്. അതിനെ കുറിച്ച് വിശദീകരിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. വോളിയം 6 ആണ്. ഇഷ്യൂ 2 നോക്കിക്കഴിഞ്ഞാൽ സൈറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ പേജ് അറിയാൻ പറ്റും. ഒന്നിനല്ല, എന്തിനു വേണ്ടിയിട്ടാണ് പബ്ലിക് റിലേഷനെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അതിന്റെ ഡീറ്റെയിൽസ് ആ ജേർണൽ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അതിനെ ഇൻഡിക്കേറ്റ് ചെയ്ത് നോക്കാൻ പറ്റും. ഓക്കെ, പിന്നെ എന്തൊക്കെ അനുസരിച്ചിട്ടാണ് എക്സ്റ്റെൻഡ് ഓഫ് ഹോൾ ഇൻ ദ എഫോർട്ട് ബൈ കമ്മ്യൂണിറ്റി കൺസിസ്റ്റൻസി ആൻഡ് അറ്റൻഡൻസ് ബൈ പേഷ്യൻസ്. പേഷ്യൻസിനോടുള്ള ആ വോളണ്ടറി എഫേർട്സ് എങ്ങനെയാണ്, കമ്മ്യൂണിറ്റിയുമായിട്ടുള്ള ഒരു അറ്റൻഡൻസ് എങ്ങനെയൊക്കെയാണെന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പബ്ലിക് റിലേഷൻസിനെ മെഷർ ചെയ്യാൻ പറ്റും. പിന്നെ ഡൊണേഷൻസുമായി ബന്ധപ്പെട്ട് ഇത് കംപ്ലീറ്റ് പറഞ്ഞല്ലേ ടീച്ചർ? വീഡിയോ ഒപ്പീനിയൻ വരെ. പിന്നെന്താണ് ലെറ്റേഴ്സ് ടു എഡിറ്റേഴ്സ്, ഗ്രാഫിക്കൽ പേപ്പേഴ്സ് ആൻഡ് മീഡിയ ഒപ്പീനിയൻസ്. ഈ പേരുകളൊന്ന് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. എന്തൊക്കെ ഇൻഡിക്കേറ്റേഴ്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പബ്ലിക് റിലേഷൻ മെഷർ ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ഗസ്റ്റ് റിലേഷൻ ആണ് കേട്ടോ. ഗസ്റ്റ് റിലേഷൻ, ഗസ്റ്റ് റിലേഷൻ ഓഫീസർ, also known as a guest relation coordinator or guest relation specialist. അപ്പൊ അങ്ങനെ 3 പേരിൽ അറിയപ്പെടുന്നുണ്ട് ഈ ഒരു സ്റ്റാഫ്. നമ്മള് ഗസ്റ്റ് റിലേഷൻ ഓഫീസർ എന്നല്ലെങ്കിൽ ഗസ്റ്റ് റിലേഷൻ കോർഡിനേറ്റർ അല്ലെങ്കിൽ ഗസ്റ്റ് റിലേഷൻ സ്പെഷ്യലിസ്റ്റ്. പേരുകൾ അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. is a customer service oriented employee who is essentially greets hotel guests. ഗസ്റ്റ് റിലേഷൻ എന്ന് പറയുന്നത് എന്താണ് ശരിക്കും? എന്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡീലിങ്സ് ആണത്?
എന്ത് തരം പൊസിഷൻ ആണ്, ആരാണ് ഇവിടെ ഗസ്റ്റ് എന്ന് സൂചിപ്പിക്കുന്നത്? എസ്പെഷ്യലി നമ്മൾ ഹോട്ടൽസിലൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലെ? ഹോട്ടൽസിൽ അല്ലെങ്കിൽ വലിയ വലിയ ബ്രാൻഡഡ് ആയിട്ടുള്ള ഹോട്ടൽ അല്ലെങ്കിൽ മറ്റു റെസ്റ്റോറൻറ്റ്സിലൊക്കെ നമ്മൾ ഗസ്റ്റ് റിലേഷൻ മാനേജ്മെന്റ് എന്ന് പറഞ്ഞ് കണ്ടിട്ടുണ്ടാവും അല്ലെ? കസ്റ്റമേഴ്സിനെ നല്ല രീതിയിൽ ലീഡ് ചെയ്യുക അല്ലെങ്കിൽ അവർക്ക് വേണ്ട എല്ലാ സൗകര്യം നീഡ്സിനനുസരിച്ച് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുക എന്ന് തന്നെയാണ് ഗസ്റ്റ് റിലേഷന്റെ പ്രധാന ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഓക്കെ, പ്രത്യേകിച്ച് വരെ ഹോട്ടൽസിലൊക്കെ ആയിരിക്കും ഗ്രീറ്റ് ചെയ്യുന്ന ഒരു സ്പെഷ്യാലിറ്റിയാണ് ഇവർക്കുള്ളത്. ഓക്കെ, ഇനി എന്താണ് ഇതിന്റെ റോൾ എന്ന് നമുക്ക് നോക്കാം. റോൾ ഓഫ് ഗസ്റ്റ് റിലേഷൻ. Guest relations managers are responsible for maintaining open lines of communication between staff and guest management. ഇതിന്റെ റോൾ എന്ന് പറയുന്നത് എന്താണ്? Responsible for maintaining open line of communication between staff and guest management. അല്ലെങ്കിൽ ഇവിടെ ഗസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ആരെയാണ്? ഇവിടെ ഹോസ്പിറ്റാലിറ്റിയിൽ നോക്കുകയാണെങ്കിൽ പേഷ്യൻസിനെയാണ് അല്ലെ? പേഷ്യൻസും അല്ലെങ്കിൽ മാനേജ്മെന്റ് തമ്മിലുള്ള ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ മാനേജ് ചെയ്യുക എന്നുള്ളതാണ് ഗസ്റ്റ് റിലേഷന്റെ പ്രധാന റോൾ എന്ന് പറയുന്നത്. ഓക്കെ, അത് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. ഓപ്പൺ ലൈൻ ഓഫ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ സ്റ്റാഫ് ആൻഡ് ഗസ്റ്റ് മാനേജ്മെന്റ്. This include overseeing other guest relation team members, including receptionists, concierges. Concierges ഉദ്ദേശിക്കുന്നത് സഹായികളാണ് കേട്ടോ. ഹോസ്പിറ്റലിലെ സഹായിക്കുന്ന ആൾക്കാരെ, സപ്പോർട്ടിംഗ് സ്റ്റാഫുകൾ. Housekeepers and wait staff. This also involve assessing employees' performance. ഇനി അപ്പൊ ഗസ്റ്റ് റിലേഷൻ എന്ന് പറയുമ്പോൾ അതിൽ ഉൾപ്പെടുന്നത് ആരൊക്കെയാണ്? ടീം മെമ്പേഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇൻക്ലൂഡിംഗ് റിസപ്ഷനിസ്റ്റ് വരുന്നുണ്ട്, കൺസീലേഴ്സ് വരുന്നുണ്ട്, ഹൗസ് കീപ്പേഴ്സ് വരുന്നുണ്ട്, അവിടെ വെയിറ്റിംഗ് സ്റ്റാഫ്സ് ആണ്. ഓക്കെ, അപ്പൊ ഇവരൊക്കെയാണ് പെർഫോംസ് അല്ലെങ്കിൽ ഗസ്റ്റ് റിലേഷൻസിന് പ്രധാനപ്പെട്ട അതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന മെമ്പേഴ്സ് എന്ന് പറയുന്നത്, ഓവർസീ ചെയ്യുന്ന മെമ്പേഴ്സ് എന്ന് പറയുന്നത്. ഇനി ഇതില് സ്കിൽസ് ഓഫ് ഗസ്റ്റ് റിലേഷൻ ഉണ്ട്. എന്തൊക്കെ സ്കിൽസ് ആണ് ഒരു ഗസ്റ്റ് റിലേഷൻ ഓഫീസർക്ക് അല്ലെങ്കിൽ ഗസ്റ്റ് റിലേഷൻ ഡിപ്പാർട്ട്മെന്റിന് വേണ്ടത് എന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ എന്താണ്? ട്രാവൽ പ്രൊഡക്ട്സ്, ഗസ്റ്റ് സർവീസ്, യാർഡ്, ബാങ്ക് ഡെപ്പോസിറ്റ്സ്, പേഷ്യൻസ്, റിസർവേഷൻ സിസ്റ്റം, ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ ആൻഡ് കസ്റ്റമർ കംപ്ലയൻസ്. ഇതിലെ ബാങ്ക് ഡെപ്പോസിറ്റ് എന്നുള്ളത് വേണ്ട, അത് വിട്ടേക്കോ. ഓൾറെഡി ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ വരുന്നുണ്ട്, ബാങ്ക് ഡെപ്പോസിറ്റ്സ് വേണ്ട. ഓരോന്ന് നോക്കാം. സ്കിൽസ് ഓഫ് ഗസ്റ്റ് റിലേഷൻ. ട്രാവൽ പ്രൊഡക്ട്സ്. എന്താണ് ട്രാവൽ പ്രൊഡക്ട്സ് എന്നാണ് ഉദ്ദേശിക്കുന്നത്? ട്രാവൽ പ്രൊഡക്ട്സ് ഉദ്ദേശിക്കുന്നത് എന്താ? എന്തുമായി ബന്ധപ്പെട്ട് വരുന്നത്? പാക്കേജസ് ആണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഗസ്റ്റ് റിലേഷൻസ് കൈകാര്യം ചെയ്യുന്ന ട്രാവൽ പാക്കേജസുകളുണ്ട്. അതായത് എന്തൊക്കെയാണ് അതിൽ ഉൾപ്പെടുന്നത്? ഹോട്ടൽ സ്റ്റേസുകൾ, അതായത് ചിലപ്പോ എന്താ പറയുന്നത്, ചില പേഷ്യൻസിന് അബ്രോഡഡ് ആയിട്ടുള്ള പേഷ്യൻസിനെയൊക്കെ കൂടുതലായിട്ട് ഇത്തരം അതായത് അബ്രോഡഡ് ആയിട്ടുള്ള പേഷ്യൻസ് വരുന്ന സമയത്ത് അവർക്ക് വേണ്ടുള്ള എല്ലാ ഫെസിലിറ്റീസും ഹോസ്പിറ്റൽ ഫെസിലിറ്റേഷൻ അറേഞ്ച് ചെയ്ത് കൊടുക്കാറുണ്ട് അല്ലെ? അപ്പൊ അവർക്കിപ്പോ നല്ലൊരു ഹോസ്പിറ്റൽ ആയിരിക്കും നമുക്ക് ഇവിടെ ഉള്ളതെങ്കിൽ അതിന്റെ എല്ലാത്തരം അക്കോമഡേഷൻസും ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങൾ, ഇപ്പൊ ബൈ എയർ ട്രാൻസ്പോർട്ട് ആണെങ്കിലും പ്ലെയിനിലാണെങ്കിലും എന്താണ് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ രീതിയിലുള്ള അറേഞ്ച്മെന്റ്സ് ഒക്കെ കൈകാര്യം ചെയ്യുന്നത് ഗസ്റ്റ് റിലേഷൻസ് ആയിരിക്കും. ഓക്കെ, ഹോട്ടൽ സ്റ്റേസുകൾ, അതേപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട് അവർക്ക് വേണ്ട ആക്സസറീസുകൾ, മീൽസ്, ഇതെല്ലാം തന്നെ ഗസ്റ്റ് റിലേഷൻസ് ആയിരിക്കും ചെയ്യുന്നത്. അപ്പൊ മെയിൻ ആയിട്ട് അബ്രോഡഡ് ആയിട്ടുള്ള വിദേശങ്ങളിലുള്ളവർ അല്ലെങ്കിൽ എന്തെങ്കിലും മറ്റ് പ്ലേസസിൽ നിന്ന് എത്തിച്ചേരുന്നവർക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം എന്താണ് ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് അത്തരത്തിലുള്ള ഒരു കാര്യം കൈകാര്യം ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് ട്രാവൽ പ്രൊഡക്ട്സ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ആ പ്രൊഡക്ട്സ് എല്ലാം ഇത്തരത്തിലുള്ള പാക്കേജസുകളാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, മനസ്സിലായോ? റിലേറ്റഡ് ടു ട്രാവൽസ് ആണ് കേട്ടോ. അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഇതേപോലെ എന്താ പറയാ
വിദേശ രാജ്യങ്ങളിൽ നമ്മുടെ ഇവിടേക്ക് ചികിത്സ നേടി വരുന്ന കുറെ പേഷ്യൻസ് ഉണ്ടായിരിക്കും. ആ പേഷ്യൻസിനാണ് ഗസ്റ്റ്സ് ഉദ്ദേശിക്കുന്നത്. അവർക്ക് വേണ്ട അക്കോമഡേഷൻസ് കാര്യങ്ങൾ അല്ലെങ്കിൽ എയർപ്ലെയിൻ ഫെസിലിറ്റീസ് ഇതൊക്കെ ചില ഹോസ്പിറ്റൽസുകൾ അറേഞ്ച് ചെയ്ത് കൊടുക്കാറുണ്ട്. അതൊക്കെ ഏത് ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലായിരിക്കും വരുന്നത്? ഗസ്റ്റ് റിലേഷന്റെ കീഴിലായിരിക്കും വരുന്നത് കേട്ടോ. ഓക്കെ, മനസ്സിലായോ? Then guest service. Guest service. അതെല്ലാം പേഷ്യൻസിന് അല്ലെങ്കിൽ ഗസ്റ്റുകൾസില് എന്താണ് നല്ല രീതിയിലുള്ള സർവീസസ് പ്രൊവൈഡ് ചെയ്യുക. ദെൻ ഹ്യാട്ട് കേട്ടിട്ടുണ്ടോ നിങ്ങള്? ഹ്യാട്ട് എന്താണ്? ഇല്ല. എന്തായിരിക്കും അത്? ഒരു ഹോസ്പിറ്റാലിറ്റി ബ്രാൻഡ് ആണ്, ലക്ഷറി ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റാലിറ്റി ബ്രാൻഡ് ആണ് എന്ത് ഹ്യാട്ട് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ലക്ഷറീസ് ആയിട്ടുള്ള ഹോട്ടൽസുകള്, റിസോർട്ട്സുകള് അല്ലെങ്കിൽ അതുമായി അസോസിയേറ്റ് ചെയ്തിരുന്ന സർവീസസുകളാണ് ഹ്യാട്ട് സർവീസ് ചെയ്യുന്നത്. ഹോസ്പിറ്റാലിറ്റിയുടെ ഒരു ബ്രാൻഡ് ആണ് എന്ത് ഹ്യാട്ട് എന്ന പേര്. ഓക്കെ, അപ്പൊ ഹ്യാട്ടുമായിട്ട് ഓരോ ഹോസ്പിറ്റൽസിനും കണക്ഷൻസ് ഉണ്ട്, പ്രത്യേകിച്ച് ഗസ്റ്റ് റിലേഷൻസ്. അതായത് ഹ്യാട്ട് മുഖാന്തരം ഏതെങ്കിലും ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഇപ്പൊ ചില അബ്രോഡിൽ നിന്ന് വരുന്ന ആൾക്കാര് അല്ലെങ്കിൽ പേഷ്യൻസ് ഒക്കെ എന്താണ് ഇത് മുഖാന്തരം അല്ലെങ്കിൽ ഈ ഹോസ്പിറ്റാലിറ്റി ഫെസിലിറ്റീസ് മുഖാന്തരം റൂംസ് അല്ലെങ്കിൽ അവർക്ക് വേണ്ട പ്രത്യേക പാക്കേജസ് ഒക്കെ ബുക്ക് ചെയ്യാനായിട്ടും അല്ലെങ്കിൽ എല്ലാത്തരം ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു വലിയൊരു ഹോസ്പിറ്റാലിറ്റി ബ്രാൻഡ് ആണ് എന്ത് ഹ്യാട്ട്. അപ്പൊ ഹ്യാട്ടുമായിട്ട് ഓരോ ഹോസ്പിറ്റൽ ഗസ്റ്റ് റിലേഷൻ ഡിപ്പാർട്ട്മെന്റ്സിന് എന്തുണ്ടായിരിക്കണം? നല്ല രീതിയിലുള്ള ഒരു കോപ്പറേഷൻ ഉണ്ടായിരിക്കണം. ഓക്കെ, അവരുമായിട്ട് ഒരുമിച്ച് ചേർന്നുകൊണ്ടാണ് ഓരോ ഹോസ്പിറ്റൽസിലും ഗസ്റ്റ് റിലേഷൻ ഡിപ്പാർട്ട്മെന്റ്സ് പ്രവർത്തിക്കുന്നത്. ഓക്കെ, ഹ്യാട്ട് എക്സാം റെഡിയോടെ നോട്ട് ചെയ്ത് വെച്ചോട്ടോ. ഹ്യാട്ട് എന്താന്നാ പറഞ്ഞത്? ഒരു ഗ്ലോബൽ ഹോസ്പിറ്റാലിറ്റി ലക്ഷറീസ് ബ്രാൻഡ് ആണെന്ത് ഹ്യാട്ട് എന്ന് പറയുന്നത് കേട്ടോ. ഏറ്റവും ടോപ്പ് ഫെസിലിറ്റീസ് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഉള്ളതിരിക്കുന്നത്. അപ്പൊ അതിനനുസരിച്ചിട്ട് ചൂസ് ചെയ്യുന്ന പേഷ്യൻസ് ഉണ്ടായിരിക്കും. വെൽ സൗകര്യങ്ങളൊക്കെ അല്ലെങ്കിൽ എന്താ പറയാ ലക്ഷറീസ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ അവർക്ക് ഇത്തരം സംവിധാനങ്ങൾ ചൂസ് ചെയ്യാറുണ്ട്. അപ്പൊ അവരുടെ ഹാർട്ടിന്റെ പാക്കേജസുമായി ബന്ധപ്പെട്ട റൂംസ് കാര്യങ്ങള് മറ്റുള്ളതൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത് ഗസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കും. അവരുമായിട്ട് നല്ല കോർഡിനേഷൻസ് ആർക്ക് ഉണ്ടായിരിക്കും? ഓരോ ഹോസ്പിറ്റലിലെ ഗസ്റ്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ടായിരിക്കും. ഓക്കെ, ബാങ്ക് ഡെപ്പോസിറ്റ് വെട്ടിക്കോളൂ കേട്ടോ. അവിടെ പേഷ്യൻസ് വരുന്ന ഗസ്റ്റ്സിനെ നല്ല ക്ഷമയോടുകൂടി കൈകാര്യം ചെയ്യാന്ന് പറയുന്നതും ഗസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അല്ലെ. വരുന്ന പേഷ്യൻസിനെല്ലാം തന്നെ വളരെ ക്ഷമയോടുകൂടി അല്ലെ അവരുടെ ആവശ്യങ്ങൾ നല്ല രീതിയിൽ നടത്തി കൊടുക്കാനായിട്ട് നല്ല രീതിയിൽ അവർക്ക് എന്ത് വേണം? പേഷ്യൻസുമായിട്ട് അവരോട് കോപ്പറേറ്റ് ചെയ്യാൻ അവരുമായിട്ട് നല്ലൊരു സഹകരണത്തോട് പോകാനായിട്ടുള്ളൊരു സ്കിൽ അവർക്ക് ഉണ്ടായിരിക്കണം. ഓക്കെ, റിസർവേഷൻ സിസ്റ്റം. എന്താണ് റിസർവേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്? റിസർവേഷൻ ആർക്ക് വേണ്ടിയിട്ടാണ് റിസർവേഷൻ സിസ്റ്റംസ്? ആർക്ക് വേണ്ടിയിട്ടാണ് റിസർവേഷൻ സിസ്റ്റംസ്? യെസ്, പേഷ്യൻസ് ഇതേപോലെ ബുക്ക് ചെയ്ത് വരുന്ന പേഷ്യൻസ് ഉണ്ട് അല്ലെ, ആ പേഷ്യൻസിന് വേണ്ടിയിട്ട്. അപ്പൊ പ്രത്യേക പാക്കേജസ് ഒക്കെ എടുത്തിട്ട് വരുന്ന പേഷ്യൻസ് ഉണ്ട്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടുള്ള റിസർവേഷൻ സിസ്റ്റംസ് ഒക്കെ കൈകാര്യം ചെയ്യുന്നത് ഗസ്റ്റ് റിലേഷൻസ് ആണ് കേട്ടോ. അത് പ്രയോറിറ്റീസ് അനുസരിച്ചിട്ട് അല്ലെങ്കിൽ ഓരോ ഫെസിലിറ്റീസ് പാക്കേജ് അതിന്റെയൊക്കെ ഡ്യൂറേഷൻ ഒക്കെ നോക്കിയിട്ടാണ് പേഷ്യൻസിന് അങ്ങനെ ബുക്കിംഗ് സിസ്റ്റത്തിൽ ഓരോരുത്തർക്കും അവൈലബിലിറ്റി കൊടുക്കുന്നത്. ഓക്കെ, പിന്നെ എന്താണ് നമ്മൾ ഈ റെജുവിനേഷൻ പ്രോഗ്രാംസ് കണ്ടിട്ടില്ലേ? നിങ്ങൾ റെജുവിനേഷൻ പ്രോഗ്രാംസ് ഇപ്പൊ സംവേദനയുടെ ഒക്കെ ആയുർവേദയിലൊക്കെ കണ്ടിട്ടുണ്ടോ? ഒരു ദിവസത്തെ ട്രീറ്റ്മെന്റ് ഉണ്ടാവും, 14 days ട്രീറ്റ്മെന്റ് എന്നൊക്കെ പറഞ്ഞ ഒഴിച്ചില് കണ്ടിട്ടില്ലേ നിങ്ങള് റീൽസിലൊക്കെ? യെസ്, അപ്പൊ ഓരോ പാക്കേജസിന്റെ ഭാഗമായിട്ടാണ് ഇതൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ നമുക്ക് കുറെ പാക്കേജ് ഉണ്ടാവും. 2 ദിവസത്തെ ഉണ്ടാവും, 1 day ഉണ്ടാവും, 14 days, 28 days അങ്ങനെയൊക്കെ രീതിയിൽ നമുക്ക് അത്ര ഫെസിലിറ്റീസ് നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റും. കർക്കിടക ചികിത്സ എന്നൊക്കെ പറയുന്ന പോലെ. അതൊക്കെ കൂടുതലും നമുക്ക് ഇതേപോലെ ആയുർവേദിക് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ ഹോസ്പിറ്റൽസിലായിരിക്കും കൂടുതൽ ഉണ്ടായിരിക്കും. എന്നാലും
അലോപ്പതിയിലുള്ള ചില പാക്കേജസ് ട്രീറ്റ്മെന്റ്സ് ഒക്കെ ആൾക്കാർ ഇതേപോലെ ബുക്ക് ചെയ്തിട്ട് റിസർവ് ചെയ്തിട്ടൊക്കെ വരാറുണ്ട്. അതൊക്കെ കൈകാര്യം ചെയ്യുന്നത് ഗസ്റ്റ് റിലേഷൻസ് മാനേജ്മെന്റ് ആയിരിക്കും. ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ഗസ്റ്റ് റിലേഷൻ ഡിപ്പാർട്ട്മെന്റ്സിൽ വരുന്ന പ്രത്യേകിച്ച് പേഷ്യൻസുമായുള്ള കാര്യങ്ങളില് എല്ലാത്തരം ഫിനാൻഷ്യൽ ധനപരമായിട്ട് എല്ലാ ഫിനാൻഷ്യൽ കോർഡിനേഷൻസും കൈകാര്യം ചെയ്യുന്നതും ഗസ്റ്റ് റിലേഷൻസ് ആയിരിക്കുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓരോ ഹോസ്പിറ്റാലിറ്റി ബ്രാൻഡുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ അവരുടെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതും പിന്നെ ഇതുപോലെ ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങൾ അത്തരം കാര്യങ്ങൾ പിന്നെ പാക്കേജസുമായി ബന്ധപ്പെട്ടിട്ടുള്ള പൈസ അല്ലെങ്കിൽ അതിന്റെയൊക്കെ ഫീസ് കാര്യങ്ങളും ഒക്കെ അല്ലെങ്കിൽ എക്സ്പെൻസ് ഒക്കെ കൈകാര്യം ചെയ്യുന്നതും ഗസ്റ്റ് റിലേഷൻ ആയിരിക്കും. എല്ലാത്തരം ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസും കൂടി ഇവിടെ കൈകാര്യം ചെയ്യുന്നത്. കസ്റ്റമർ കംപ്ലൈൻസ് അതായത് ഇവിടെ ഗസ്റ്റ് റിലേഷൻസിലുമായി ബന്ധപ്പെട്ട് ഇതേപോലെ വരുന്ന പേഷ്യൻസിന് എന്തെങ്കിലും തരത്തിലുള്ള നല്ല സർവീസസ് എല്ലാവരും കൊടുക്കുന്നത് അല്ലെങ്കിൽ കൊടുത്ത പൈസയുടെ അനുസരിച്ചിട്ടല്ല സർവീസ് കിട്ടിയിരിക്കുന്നത് അല്ലെ കൊടുത്ത എക്സ്പെൻസ് കോസ്റ്റിൽ എന്തെങ്കിലും ചീറ്റിങ്ങോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും എന്താ പറയാ അൺഫെയർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് അങ്ങനെയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ എന്താണ് അതുമായി ബന്ധപ്പെട്ട കസ്റ്റമേഴ്സ് കംപ്ലൈന്റ് ചെയ്യും. അതൊക്കെ കൈകാര്യം ചെയ്യുന്നത് ഗസ്റ്റ് റിലേഷൻ ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കും കേട്ടോ. കേസിന്റെ പേരുകളൊന്നും ഓർത്ത് വയ്ക്കണേ. Skills of guest relation, travel products, guest service, yard, bank deposits, patients, bank deposit വേണ്ട, patients, reservation system, financial transaction and customer complaints. Okay. ഇവിടെ ഇതിന്റെ പേരുകൾ ഒന്ന് പഠിക്കണം കേട്ടോ. ആ 3 പേരുകൾ ഗസ്റ്റ് റിലേഷന്റെ 3 പേരുകൾ ഓർത്ത് വയ്ക്കുക കേട്ടോ. ഗസ്റ്റ് റിലേഷൻ ഓഫീസർ, ഗസ്റ്റ് റിലേഷൻ കോർഡിനേറ്റർ, ഗസ്റ്റ് റിലേഷൻ സ്പെഷ്യലിസ്റ്റ്. ഇത്ര നോക്കിയാൽ മതി കേട്ടോ. വേറെ ഒന്നും ചോദിക്കാനില്ല. ഇനി ഫ്രണ്ട് ഓഫീസ് കഴിഞ്ഞ ഡിപ്ലോമയിൽ പഠിച്ചിട്ടുള്ളല്ലേ നിങ്ങള്? യെസ്. ഫ്രണ്ട് ഓഫീസിന്റെ പിക്ചറിലൂടെ കൊടുത്തിട്ടുണ്ട്. Activities of the front desk executives play a very active role in canvassing the image of the hospital. Never leave the desk empty as it is first point of contact for patients, bystanders. It is rightly said, customers are kings and kings are never left unattained. നമ്മുടെ ഒരു ഫ്രേസ് നമ്മുടെ ഡിപ്ലോമയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ, കസ്റ്റമേഴ്സ് ആർ കിങ്സ്. ചാപ്റ്റർ തുടങ്ങുന്നത് തന്നെ അങ്ങനെയാണ് അല്ലെ, ആ ഒരു ഫ്രേസിലൂടെയാണ്. കസ്റ്റമേഴ്സ് രാജാക്കന്മാരാണ് അല്ലെ, രാജാക്കന്മാർ എവിടെയും എന്താകപ്പെടുന്നില്ല, അറ്റൈൻ ചെയ്യപ്പെടുന്നില്ല എന്നാണ്. അപ്പൊ ഫ്രണ്ട് ഓഫീസിന്റെ പ്രധാന ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു ഹോസ്പിറ്റലിന്റെ ഫേസ് ആൻഡ് വോയിസ് ആണ് പഠിച്ചത് അല്ലെ. ഒരു ഹോസ്പിറ്റലിന്റെ മുഖവും ശബ്ദവുമാണ് ആര്? ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റുകൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം ഫ്രണ്ട് ഡെസ്കിൽ ഇരുന്ന് കൊണ്ട് ഒരുപാട് റോൾസ് അവർ കൈകാര്യം ചെയ്യുന്നുണ്ട്. വരുന്ന പേഷ്യൻസിനെയും അല്ലെങ്കിൽ ബൈസ്റ്റാൻഡേഴ്സിനെയും എല്ലാം തന്നെ എന്താണ്, അവർക്ക് ഫസ്റ്റ് ഇമ്പോർട്ടൻസും പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് അത് ഹോസ്പിറ്റൽ റെപ്യൂട്ടേഷനെ തന്നെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് അവിടെ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, യെസ്. മാത്രമല്ല ഏറ്റവും സ്കിൽസ് കാണിക്കേണ്ട ഒരു മേഖല, അതായത് കുറെ സ്കിൽസ് പുറപ്പെടുവിക്കേണ്ട കുറച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ ഫ്രണ്ട് ഓഫീസിന് വേണ്ട ക്വാളിറ്റീസ് എന്തൊക്കെയാണ്, എങ്ങനെയായിരിക്കണം അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്, കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ ആക്ടിവിറ്റീസ്, എന്തൊക്കെ മര്യാദകൾ അവർ പാലിക്കണം. ഓക്കെ, അപ്പൊ ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം ഒഴിച്ചുകൂടാനാവാത്തൊരു വിഭാഗമാണിത് ഫ്രണ്ട് ഓഫീസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവരുടെ ഫേസ് ആൻഡ് വോയിസ് എന്ന് പറയുന്നത്. നമ്മൾ ഹോസ്പിറ്റലിലേക്ക് കടന്നു വരുന്ന സമയത്ത് തന്നെ ഫ്രണ്ടിലായിട്ട് കാണുന്ന ആരെയാണ്? റിസപ്ഷനിസ്റ്റുകളാണ്, അല്ലെങ്കിൽ ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റ് ആണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവരെ ഫേസ് എന്ന് സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ നമുക്ക് വേണ്ട ആവശ്യങ്ങൾ, നമ്മുടെ ആവശ്യങ്ങൾക്ക് അനുസരിച്ചിട്ട് നമ്മൾക്ക് അവർക്ക് പറഞ്ഞു തരുന്നതാണ് എന്ത്? അവരുടെ ഡീറ്റെയിൽസ്. അതാണ് നമ്മളവിടെ വോയിസ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം ഹോസ്പിറ്റലിന്റെ മുഖവും ശബ്ദവുമാണ് ആര്? ഫ്രണ്ട് ഓഫീസ് മാനേജ്മെന്റ്. ഓക്കെ, ഓർക്കുന്നുണ്ടോ? നെക്സ്റ്റ് നമുക്ക് ഇതിന്റെ ഡെഫിനേഷൻ ഒന്ന് നോക്കാം. The front office is the department of the hospital
which directly interact with the patients when they first arrive. The staff of this department are very visible to the patients or their family members. The front office is a term used for the reception area at a hospital and its personnel. Receptionists must have a great deal of the talent in proper communication skills and customer service skills. In the definition, front office is a department of hospital which directly interact with the patients when they first arrive. അതായത് പേഷ്യന്റ് ഫസ്റ്റ് അറൈവ് ചെയ്യുന്ന സമയത്ത് അവരുമായിട്ട് ഡയറക്റ്റ് ആയിട്ട് കോണ്ടാക്ട് ചെയ്യുന്നത് ആരാണ്? ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റ്സ് ആണ് അല്ലെ. ഓക്കെ, മാത്രമല്ല എല്ലാ തരത്തിലും എല്ലാ ഫാമിലി മെമ്പേഴ്സിന് പേഷ്യൻസിന് മാത്രമല്ല വരുന്ന എല്ലാവരെയും തന്നെ നല്ല രീതിയിൽ ഒരു വാം വെൽക്കം ചെയ്തിട്ടാണ് അവർ സ്വീകരിക്കുന്നത്. നമ്മുടെ ഫ്രണ്ട് ഓഫീസ് ഡെസ്കിൽ അല്ലെങ്കിൽ ആ ടൈമിന് നമ്മള് പല പേരുകളിൽ പല ഹോസ്പിറ്റൽസിൽ പറയാറുണ്ട്. പ്രത്യേകിച്ച് എന്താണ് റിസപ്ഷൻ ഏരിയ ആൻഡ് ഹോസ്പിറ്റൽ ആൻഡ് ഇറ്റ്സ് പേഴ്സണൽ, അല്ലെങ്കിൽ അവിടെ പേഴ്സണൽ എന്ന് ഉദ്ദേശിക്കുന്ന ആരെയാണ്? ഇവിടെ റിസപ്ഷനിസ്റ്റുകളെയാണ് അല്ലെ. ഫ്രണ്ട് ഓഫീസ് ടെസ്റ്റുകൾ തന്നെയാണ് നമ്മൾ റിസപ്ഷനിസ്റ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. റിസപ്ഷനിസ്റ്റ് must have a great deal of talent in proper communication skills and customer service skills. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടായിരിക്കേണ്ട കപ്പാസിറ്റി അല്ലെങ്കിൽ സ്കിൽ എന്ന് പറയുന്നത് എന്താണ്? കസ്റ്റമേഴ്സിനെ ഡീൽ ചെയ്യുക എന്നുള്ളതാണ് അല്ലെ. ഡീൽ ചെയ്യണമെങ്കിൽ പ്രോപ്പർ ആയിട്ട് എന്തുണ്ടായിരിക്കണം? ഇവർക്ക് പ്രോപ്പർ ആയിട്ട് എന്തുണ്ടായിരിക്കണം? പ്രോപ്പർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണം അല്ലെ. കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് ഈ ഒരു ഫീൽഡിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ, പോയിന്റ് അണ്ടർലൈൻ ചെയ്യണേ. റിസപ്ഷനിസ്റ്റ് must have a great deal of talent in proper communication skills and customer service skills. Okay. കസ്റ്റമേഴ്സിനെ നല്ല രീതിയിൽ അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ടുള്ള എല്ലാത്തരം സ്കിൽസുകളും ഉണ്ടായിരിക്കേണ്ടതാണ്. അത്രയുള്ള കേട്ടോ. എന്നോട് പറയാണ്, ഒരു ഹോസ്പിറ്റലിലേക്ക് കടന്നു വരുന്ന ഫസ്റ്റ് പേഷ്യൻസ് ആണെങ്കിലും ഫാമിലി ആണെങ്കിലും ഒരുപാട് ഫസ്റ്റ് ഇന്ററാക്ട് ചെയ്യുന്നത് ഫ്രണ്ട് ഓഫീസ് ഡെസ്കുകളാണ്. ഇവിടെ നമ്മൾ റിസപ്ഷനിസ്റ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്. പിന്നെ ഇവരുടെ മെയിൻ ജോബ് എന്ന് പറയുന്നത് പ്രോപ്പർ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ആണ് അല്ലെ. അതായത് വരുന്ന പേഷ്യൻസുമായിട്ട് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ ഒരു പ്രധാന ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാം സ്കിൽസ് ഓഫ് എ ഫ്രണ്ട് ഓഫീസ് എക്സിക്യൂട്ടീവ്. Skills of front office executive. എന്തൊക്കെയാണ്? പ്രൊഫഷണലിസം, promptness, courtesy, teamwork. ഫ്രണ്ട് ഓഫീസിന്റെ പ്രധാന സ്കില്ലുകൾ എന്തൊക്കെയാണ്? അതൊക്കെ വരുന്നതാണ് പ്രൊഫഷണലിസം. എന്താണ് പ്രൊഫഷണലിസം എന്ന് പറയുന്നത്? പ്രൊഫഷണലിസം എന്താണ്? അതിനെ നമ്മളെ പ്രൊഫഷണൽസിനെ രണ്ട് രീതിയിൽ ഇവിടെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഒന്ന് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് എന്നും വർക്ക് എത്തിക്സ്. ഇത് രണ്ടും കൂടി മിക്സ് ചെയ്യുമ്പോഴാണ് ആ ഒരു പ്രൊഫഷണലിസം ഡെവലപ്പ് ചെയ്യുന്നത്. നമ്മൾ ഏത് വർക്ക് ചെയ്താലും ഏത് തരം പ്രൊഫഷൻ ആണെങ്കിലും എടുത്താലും അതിൽ എങ്ങനെ പെർഫോം ചെയ്യണം, അതെങ്ങനെയാണ് അതിന്റെ പ്രൊസീജിയേഴ്സ്, അതിന്റെ റൂൾസ് റെഗുലേഷൻസ്, അതെന്താണ്, ആ ഒരു ജോലി എന്താണെന്ന് നമ്മൾ അതിനെ ആത്മാർത്ഥമായിട്ട് മനസ്സിലാക്കി ചെയ്യുമ്പോൾ മാത്രം അതിൽ നമുക്ക് ഒരു പ്രൊഫഷണൽ ടച്ച് കൊണ്ടുവരാൻ സാധിക്കും അല്ലെ. ഏത് തരം ജോലിയാണെങ്കിലും, ഓക്കെ, എഞ്ചിനീയറിംഗ് ആണെങ്കിലും ടീച്ചിങ് ആണെങ്കിലും കുക്കിംഗ് ആണെങ്കിലും ഏത് ഫീൽഡ് ആണെങ്കിലും എന്താണ്, നമുക്ക് അതിലെ ഉള്ളിലേക്ക് ചെന്നിറങ്ങി ചെന്നാൽ മാത്രമേ അതിന്റെ ഒരു പ്രൊഫഷണൽ ടച്ചോട് കൂടി നമുക്ക് അത് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ അല്ലെ. ഓക്കെ, യെസ്. അപ്പൊ അതിലെ പ്രൊഫഷണൽസിൽ ഫസ്റ്റ് വരുന്നത് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് മെയിൻറ്റെയിൻ ചെയ്യാനുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ. പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഒരു ഫ്രണ്ട് ഓഫീസിൽ ഉണ്ടാവണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ അതിൽ അച്ചീവ് ചെയ്യേണ്ടതുണ്ട്? ഒന്ന് അറ്റന്റീവ് ആയിരിക്കണം അല്ലെ. അതേപോലെ തന്നെ ഫ്രണ്ട്ലി അപ്രോച്ച് ആയിരിക്കണം, ഐ കോണ്ടാക്ട് നിലനിർത്തണം. പിന്നെന്താണ്, ഒരു ലേണിംഗ് ടു സേ നോ
with tact and courtesy and confidence. Then use names of whenever possible. നമ്മള് വരുന്ന പേഷ്യൻസിന്റെ പേരുകൾ ഉപയോഗിച്ച് സംസാരിക്കുന്നത് കുറച്ചുകൂടി നല്ലതായിരിക്കും അല്ലെ. നീ എടാ പോടാണെന്ന് വിളിക്കാതെ നമ്മൾ എന്ത് ചെയ്യണം, പേരുകൾ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ല അല്ലെ. അതുപോലെ തന്നെ സ്റ്റേ പോസിറ്റീവ്. ഓരോന്ന് നോക്കാം. അറ്റന്റീവ്. അറ്റന്റീവ് എന്ന് പറയുമ്പോൾ എന്താണ് സൂചിപ്പിക്കുന്നത്? ഫസ്റ്റ് ക്വാളിറ്റീസ് സ്കില്ലിൽ വരുന്നതാണ് എന്ത്, അറ്റന്റീവ് ആയിരിക്കണമെന്ന്. ലിസൺ ആൻഡ് കെയർ, മേക്ക് ദം നോ ദ മാറ്റർ, give accurate information, not be afraid to say I don't know but I will find out. Yes, എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കൊടുക്കൽ. അവർ പറയുന്ന കാര്യങ്ങൾ എന്തുതരം കാര്യങ്ങളാണെങ്കിലും എന്താണ്, ചോദിക്കുന്ന കാര്യങ്ങൾ ആക്യുറേറ്റ് ആയിട്ടുള്ള മറുപടി നമ്മൾ പറയാം. ഒരിക്കലും നമ്മൾ പേടിച്ചു നിന്നുകൊണ്ടോ അല്ലെങ്കിൽ എനിക്ക് അറിയില്ല എന്നുള്ളത് ഒരിക്കലും പറയരുത്. ചോദിച്ചിട്ട് പറയാമാണെങ്കിൽ നമ്മളത് ചെയ്യൂ എന്നുള്ള രീതിയിലായിരിക്കും അവരോട് നമ്മൾ സംസാരിക്കുക. അവർ പറയുന്ന കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, ലിസൺ ചെയ്യാം. കേട്ടോ, വായിച്ചു നോക്കണേ. ഓക്കെ, അറ്റൻഡീവ് എന്ന് പറഞ്ഞല്ലോ. നമ്മൾ അറ്റൻഡീവ് എന്ന് പറഞ്ഞാൽ വളരെ ശ്രദ്ധയോടെ ഇരിക്കും. അവർ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കുകയും അതോടൊപ്പം തന്നെ എന്താണ്, അവർക്കൊരു പ്രാധാന്യം ഉണ്ടെന്ന് നമുക്ക് തോന്നും. അതായത് എന്താ പറയാ, നമ്മൾ അവരെ ശ്രദ്ധിക്കുന്നുണ്ട്. അവർ പറയുന്ന കാര്യങ്ങൾ ഒരിക്കലും നമുക്കത് അറിയില്ല, ഞങ്ങൾക്ക് നോക്കിയിട്ട് പറയാം എന്നുള്ള രീതിയിൽ പറയുകയും വേണം അല്ലെ. ഓക്കെ, അത് പറയാനായിട്ട് ഒരിക്കലും മടുക്കുകയും ചെയ്യരുത്. നമുക്ക് അറിയില്ലാത്ത കാര്യങ്ങൾ അറിയില്ല, പറയാം എന്ന് തന്നെ നമുക്ക് പറയാം. അതൊരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിന് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ഭാഗമാണ് കേട്ടോ. അറിയില്ല എന്ന് സമ്മതിക്കുന്നത് തന്നെ പറയുന്നത് വളരെ വലിയ കാര്യമാണ്. ഫ്രണ്ട്ലി അപ്രോച്ച് ആയിരിക്കണം, സൗഹാർദ്ദപരമായിട്ടുള്ള സമീപനമായിരിക്കണം അല്ല ഉണ്ടാവേണ്ടത്. വാച്ച് ഫോർ നോൺ വെർബൽ ആൻഡ് ബോഡി ലാംഗ്വേജ് സയൻസ്. എന്താണ് ഫ്രണ്ട്ലി അപ്രോച്ച് മീൻസ്? എങ്ങനെയായിരിക്കും ഇവിടെ നോൺ വെർബൽ ആൻഡ് ബോഡി ലാംഗ്വേജ് സയൻസ് എന്ന് ഉദ്ദേശിക്കുന്നത്? ഇതായിരിക്കും സൗഹാർദ്ദപരമായിട്ട് നമ്മൾ പെരുമാറുന്നതോടൊപ്പം തന്നെ എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്? നമ്മള് നോൺ വെർബൽ ആയിട്ടുള്ള മറ്റെന്തെങ്കിലും, അതായത് സൗഹാർദ്ദപരമായിട്ട് മാത്രമായിരിക്കും നമ്മുടെ മാനറിസം പോലെ ഉണ്ടാവേണ്ടത്. ബോഡി സയൻസ് ഒരിക്കലും ദേഷ്യ വാശിയൊക്കെ കാണിക്കുന്ന രീതിയിൽ നമ്മുടെ ശരീരഭാഷ പോലെ തോന്നാൻ പാടില്ല. ഓക്കെ, എങ്ങനെയാണോ സംസാരിക്കുന്നത് ഫ്രണ്ട്ലി അപ്രോച്ചോടെ സംസാരിക്കുക, അത് തന്നെ നമ്മുടെ ബോഡി ലാംഗ്വേജിലും ഉണ്ടായിരിക്കണം. ഓക്കെ, പിന്നെ അവരുമായിട്ട് നല്ല രീതിയിൽ ഐ കോണ്ടാക്ട് നിലനിർത്തണം. ബെസ്റ്റ് റെസ്പോൺസ് ഇൻ 2 seconds. 2 സെക്കൻഡിൽ നമുക്ക് മികച്ച രീതിയിൽ പ്രതികരിക്കുന്ന രീതിയിൽ അവരുമായിട്ട് ഐ കോണ്ടാക്ട് നിലനിർത്തുക. ഓക്കെ, learning to say no with tact and courtesy and confidence. Learning to say no with tact and courtesy and confidence. എന്താ പറയുന്നത്? നോ പറയാൻ പറ്റണം അല്ലെ. നോ പറയാൻ പറ്റണ്ടേ? എങ്ങനെയായിരിക്കും നോ പറയേണ്ടത്?
വളരെയധികം കോർട്സിയോടെ മര്യാദയോടെ അല്ലെങ്കിൽ മര്യാദയോടും ആത്മവിശ്വാസത്തോടു കൂടി ഇല്ല എന്ന് പറയാനായിട്ട് പഠിക്കുക. ഓക്കെ, പൊളൈറ്റ് ആയിട്ട് നോ എന്ന് പറയാൻ പറ്റണം. ഓക്കെ, അതും ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിന്റെ ഭാഗമാണ്. മര്യാദയോടു കൂടി ആത്മവിശ്വാസത്തോടു കൂടി നമ്മൾ എന്ത് പറയണം? നോ, ഇല്ല എന്നത് പറയാനായിട്ടുള്ള ഒരു ധൈര്യം ഉണ്ടായിരിക്കണം. Then നെക്സ്റ്റ് എന്താണ്? യൂസ് നെയിം വെനെവർ പോസിബിൾ. നമ്മള് ഒരു പേഷ്യന്റ് ആണെങ്കിലും അല്ലെങ്കിൽ ബൈസ്റ്റാൻഡേഴ്സ് ആണെങ്കിലും അറിയാവുന്നതാണെങ്കിലും അതിൽ സർ, മേഡം അല്ലെങ്കിൽ അവരുടെ പേരുകൾ അല്ലെ, നമുക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള പേരുകൾ ഉണ്ടെങ്കിൽ അത് വിളിക്കുകയാണെങ്കിൽ നമ്മൾ ഒരിക്കലും മറ്റ് ഉപയോഗശൂന്യമായിട്ടുള്ള വാക്കുകളൊന്നും തന്നെ ഉപയോഗിക്കാൻ പാടില്ല. മാക്സിമം പേരുകൾ ഉപയോഗിക്കുക. സാധ്യമാകുമ്പോഴെല്ലാം തന്നെ എന്താണ് പേര് ഉപയോഗിച്ചുകൊണ്ട് സംസാരിക്കുക. പിന്നെ എപ്പോഴും എങ്ങനെയായിരിക്കണം? പോസിറ്റീവ് ആയിട്ടിരിക്കുക. ഓക്കെ, ഇതൊക്കെയാണ് പ്രൊഫഷണലിസ്റ്റിന്റെ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിന്റെ ഭാഗത്ത് വരുന്നത്. ഓക്കെ, എന്തൊക്കെയാണ്? ഒന്ന് അറ്റൻറ്റീവ് ആയിരിക്കണം, ഫ്രണ്ട്ലി അപ്രോച്ച് കാണിക്കണം, അതേപോലെ അവരോടുമായി ഐ കോണ്ടാക്ട് നിലനിർത്തണം. ദെൻ നോ എന്ന് പറയുന്ന സമയത്ത് വളരെ കോൺഫിഡൻസോട് കൂടി മര്യാദയോടും കൂടി ഇല്ല എന്ന് പറയാനായിട്ടുള്ളൊരു മനോഭാവം ഉണ്ടായിരിക്കണം. മാക്സിമം പറ്റുന്ന സമയങ്ങളിൽ അവരുടെ പേര് യൂസ് ചെയ്യുക, എപ്പോഴും പോസിറ്റീവ് ആയിട്ടിരിക്കുക. ഓക്കെ, അതാണ് പ്രൊഫഷണൽസിന്റെ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്സ് വരുന്നത്. മനസ്സിലായോ? മനസ്സിലായോ ഇവരെ? Then work ethics. ഇവിടെ പ്രൊഫഷണലിസം എന്നുള്ളതില് നിങ്ങൾ വേണ്ടിക്കൂടെ നോട്ട് ചെയ്ത് വെച്ചു. എന്താണ് പ്രൊഫഷണലിസം എന്ന് പറയുന്നത്? ശരിക്കും പറഞ്ഞാല് നമ്മൾ പ്രൊഫഷണൽ ആയിട്ട് ഇരിക്കുക എന്ന് പറയുന്നത് എന്താണ്? നമ്മൾക്ക് ഉള്ള സ്കിൽസും കോമ്പറ്റൻസും അല്ലെങ്കിൽ നമ്മുടെ എക്സ്പീരിയൻസും ക്യാരക്ടറിസ്റ്റിക്സും എല്ലാം കൂടി നമ്മുടെ ആ ഒരു പ്രൊഫഷനിലേക്ക് നമ്മൾ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു എത്തിക്സോട് കൂടി നമ്മൾ ആ പ്രൊഫഷനെ കൈകാര്യം ചെയ്യുന്നതിനാണ് ശരിക്കും നമ്മുടെ പ്രൊഫഷണൽസ് എന്ന് പറയുന്നത് അല്ലെ. നമ്മുടെ കോമ്പറ്റൻസ് എത്രത്തോളം ഉണ്ട്, നമ്മൾ എത്രത്തോളം എക്സ്പേർട്ട് ആണ് അല്ലെ. എക്സ്പേർട്ട് ആവുമ്പോൾ മാത്രമേ നമ്മൾ അതിൽ പ്രൊഫഷണൽ ആയെന്ന് പറയാൻ പറ്റുള്ളൂ അല്ലെ. ഒരു വർക്ക് നമ്മൾ ഒരു കുറെ കാലം ചെയ്ത് കഴിയുമ്പോഴല്ലേ നമ്മൾ അതിൽ എക്സ്പെർട്ടൈസ് ആയെന്ന് പറയുള്ളൂ. എക്സ്പെർട്ടൈസ് ആവുന്നതിനെ തന്നെയാണ് ശരിക്കും നമ്മൾ പ്രൊഫഷണൽ ആയി എന്ന് പറയുന്നത്. കാരണം നമ്മൾ അതെല്ലാ മേഖലയിലും അത് കൈകാര്യം ചെയ്യാനായിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലെ. അപ്പൊ എല്ലാത്തരം സ്കിൽസും നമ്മൾ നേടിക്കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ പ്രൊഫഷണലി ആയി എന്ന് പറയുന്നത്. ഓക്കെ, യെസ്, അതിൽ വരുന്നതാണ് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്. നെക്സ്റ്റ് വരുന്നത് എന്താണ്? വർക്ക് എത്തിക്സ്. പ്രൊഫഷണലിസത്തിൽ വരുന്നതാണെങ്കിൽ വർക്ക് എത്തിക്സ് എന്ന് പറയുന്നത് കേട്ടോ. വർക്ക് എത്തിക്സ് എന്ന് പറയുമ്പോൾ എന്താണ്? punctuality, time management, management of multitasking, follow the chain of command, etiquette, telephone, greeting, telephone etiquettes ഒരുമിച്ചുള്ളതാണ് കേട്ടോ. ടെലിഫോൺ etiquettes ഒരുമിച്ചുള്ളതാണ്. ഇത് കറക്റ്റ് ചെയ്യണേ. പറഞ്ഞത് മനസ്സിലായോ ടീച്ചർ? ടെലിഫോൺ etiquette ഒറ്റ സെന്റൻസ് ആണ്. നിങ്ങൾ ടെക്സ്റ്റിൽ അങ്ങനെ അല്ലെങ്കിൽ കറക്റ്റ് ചെയ്യാം കേട്ടോ. Then greeting, hard, transfer workspace, clean from clutter, organized, no footprints in covered containers, socializing limited to break times. നോക്കാം വർക്ക് എത്തിക്സില് വരുന്ന എന്താണ്? പ്രൊഫഷണലിസം. എന്താണ് പ്രൊഫഷണലിസം? സോറി, പങ്ക്ച്വാലിറ്റി. പങ്ക്ച്വാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? പങ്ക്ച്വൽ ആണെന്ന് പറഞ്ഞാൽ എന്താണ്? കൃത്യനിഷ്ഠത അല്ലെങ്കിൽ കൃത്യനിഷ്ഠത, സമയനിഷ്ഠത എന്നൊക്കെ പറയാം അല്ലെ. നമുക്കൊരു കൃത്യമായ ഒരു ടൈം ഷെഡ്യൂൾ ഉണ്ടായിരിക്കും. ആ ടൈം ഷെഡ്യൂളിന് കുറച്ച് അല്പം മുമ്പ് തന്നെ നമ്മൾ എത്തിച്ചേരേണ്ടത് നിർബന്ധമാണ് അല്ലെ. കൃത്യമായിട്ട് തന്നെ എത്തിച്ചേരുക, അത് തന്നെയാണ് ഇവിടെ പ്രൊഫഷണലിസ്റ്റിന്റെ ഫസ്റ്റ് ക്വാളിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ടൈം കീപ്പ് ചെയ്യുക, എപ്പോഴും പങ്ക്ച്വൽ ആയിരിക്കുക. ടൈം മാനേജ്മെന്റ് ഇതെങ്ങനെയാണ്? സെയിം പങ്ക്ച്വാലിറ്റിയുമായിട്ട് ഇന്റർ കണക്റ്റഡ് ആണ് അല്ലെ. ടൈം മാനേജ്മെന്റ് ഓരോ അവർക്ക് മാത്രമല്ല വർക്ക് എത്തിക്സില് വർക്കുമായി ബന്ധപ്പെട്ട് ഓരോ പേഷ്യൻസിനെ ആണെങ്കിൽ നമ്മൾ വെയിറ്റിംഗ് ടൈം കൊടുക്കുന്നതാണെങ്കിൽ പോലും എന്താണ്? അവർക്ക് കൃത്യമായിട്ടുള്ള ടൈം ഷെഡ്യൂൾ അനുസരിച്ചിട്ടായിരിക്കണം അത് മാനേജ് ചെയ്തിട്ടായിരിക്കണം പേഷ്യൻസിന് അത് ആ സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, യെസ്. പിന്നെ എന്താണ്? മാനേജ് മൾട്ടി ടാസ്കിങ്. മാനേജ് മൾട്ടി ടാസ്കിങ്. മൾട്ടി ടാസ്കിങ് എന്താ?
ഒരു ജോലിയാണോ ഒരു റിസപ്ഷനിസ്റ്റ് കൈകാര്യം ചെയ്യുന്നത്? ഒരേ സമയം ഒട്ടനവധി അല്ലെ, ഒരേ സമയം ഒട്ടനവധി കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മള് അതേ സമയം എന്താണ്, മൾട്ടി ടാസ്കിങ് ആയിരിക്കണം അവരെ. കാരണം പേഷ്യൻസിന് മാത്രമല്ല, പല രീതിയിൽ ഫോൺ കോൾസുകൾ അറ്റൻഡ് ചെയ്തിരിക്കണം, അപ്പോയിന്റ്മെന്റ് ഷെഡ്യൂൾസുകൾ കറക്റ്റ് ചെയ്യണം, മറ്റ് എല്ലാ തരം റിപ്പോർട്ട് ഡെസ്ക്, ഡിസ്പാച്ച് ഡെസ്ക്, എല്ലാ തരത്തിലുള്ള കാര്യങ്ങളിലും ഇവരുടെ അതായത് ഫ്രണ്ട് ഓഫീസുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ സർവീസസിലും ഇവർക്ക് നല്ല രീതിയിൽ വർക്ക് ചെയ്യേണ്ട സിറ്റുവേഷൻ ഉണ്ട്. അപ്പൊ എപ്പോഴും എന്താണ്, ഒരു സ്ഥലത്ത് മാത്രമല്ല, ഒരു മറ്റെല്ലാ മേഖലയിലും എന്താണ്, അതായത് ആ സ്പെസിഫിക് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലയിലും ഇവരുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. അപ്പൊ ഒരുപാട് ഒന്നിൽ കൂടുതൽ വർക്കുകൾ അവർ കുറെ സമയം ചെയ്യേണ്ടി വരുന്നത്. ഓക്കെ, അങ്ങനെ ചെയ്യുന്നത് തന്നെയാണ് അവരുടെ വർക്ക് എത്തിക്സിന്റെ ഭാഗമായിട്ടാണ് അവരുടെ മൾട്ടി ടാസ്കിങ് ആയിട്ടാണ് വർക്കുകൾ കൈകാര്യം ചെയ്യുന്നത്. ഓക്കെ, യെസ്, മനസ്സിലായോ അവിടെ വരെ? പഞ്ച്വാലിറ്റി, ടൈം മാനേജ്മെന്റ് ആൻഡ് മാനേജ് മൾട്ടി ടാസ്കിങ്. മനസ്സിലായോ പിള്ളേരെ? യെസ്. നെക്സ്റ്റ്, ഫോളോ ദ ചെയിൻ ഓഫ് കമാൻഡ്. ഫോളോ ദ ചെയിൻ ഓഫ് കമാൻഡ് എന്താണ്? ഫോളോ ദ ചെയിൻ ഓഫ് കമാൻഡ്. ചെയിൻ ഓഫ് കമാൻഡ് എന്ന് പറയുന്നത് നമ്മൾ എന്തിനു സൂചിപ്പിക്കുന്നതാണ്? ഇതിനെയായിരിക്കും സൂചിപ്പിക്കുന്നത്. യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്, ശ്രീജാക്. യെസ്, അവരുടെ ഹെഡ് പൊസിഷൻ അല്ലെങ്കിൽ ഹയർ അതോറിറ്റീസ് പറയുന്ന തീരുമാനങ്ങൾ അല്ലെങ്കിൽ അവരുടെ കമാൻഡ്സുകൾ ഫോളോ ചെയ്യുക എന്നുള്ളത് ഫ്രണ്ട് ഓഫീസിന്റെ പ്രധാന ഡ്യൂട്ടിയിൽ വരുന്നതാണ് അല്ലെ. അതായത് ഫോളോ കമാൻഡ് അനുസരിച്ചിട്ട് മാത്രമായിരിക്കണം അവരവിടെ വർക്ക് ചെയ്യേണ്ടത്. എത്തിക്സിന്റെ ഭാഗമാണ്. അതായത് കമാൻഡ്സ് നമുക്ക് റൂൾസ് റെഗുലേഷൻസ് കൃത്യമായ രീതിയിൽ ഫോളോ ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. യെസ്. എറ്റിക്യൂട്ടി, ടെലിഫോൺ എറ്റിക്യൂട്ടി, ടെലിഫോൺ മര്യാദകൾ എന്ന് പറഞ്ഞാൽ നമ്മള് ഡിപ്ലോമയിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ. ഡൂസ് ആൻഡ് ഡോട്ട്സ് എന്ന് പറഞ്ഞ് പഠിച്ചിട്ടില്ലേ? ഓർമ്മയുണ്ടോ? ഒരു ബോക്സിൽ നമ്മൾ പഠിച്ചത് ടെലിഫോൺ എറ്റിക്യൂട്ടീസ് എന്തൊക്കെയാണെന്ന്, എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്യണ്ട എന്നുള്ളത്. എന്തൊക്കെയാണ് ടെലിഫോൺ എറ്റിക്യൂട്ടീസ് വരുന്നത്? ഒരാൾ കോൾ എടുക്കുന്ന ഫോൺ വരുന്ന സമയത്ത് എന്താ പറയണം? ഒരാളെ വെൽക്കം ചെയ്യണം, ഗ്രീറ്റ് ചെയ്യണം, അവർ പറയുന്നത് അല്ലെങ്കിൽ ലിസൺ ചെയ്യണം. ഒരിക്കലും അവരോട് ഹാർഷായിട്ടോ റഫായിട്ടോ നമ്മൾ ബിഹേവ് ചെയ്യാനായിട്ട് പാടില്ല. മാത്രമല്ല ഒരുപാട് സമയം അവരെ ആ കോള് ഹോൾഡ് ചെയ്ത് വെക്കാനും പാടുള്ളതായി. ഓക്കെ, പിന്നെ വേറെ എന്തൊക്കെ അറിയാം ടെലിഫോൺ എറ്റിക്യൂട്ടീസില്? ടെലിഫോൺ മര്യാദകളില് ഒരാളെ വിളിക്കുന്ന സമയത്ത്, പ്രത്യേകിച്ച് ഹോസ്പിറ്റൽസിലേക്ക് ഒരു പേഷ്യന്റ് വിളിക്കുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ എന്തൊക്കെ മര്യാദകൾ പരിപാലിക്കേണ്ടതുണ്ട്? പൊളൈറ്റ് ആയിട്ട് അവരോട് സംസാരിക്കുക അല്ലെ. ഗ്രീറ്റ് ചെയ്യുന്ന സമയത്തും അവരോട് പൊളൈറ്റ് ആയിട്ട് സംസാരിക്കുക. ആവശ്യാനുസരണം നമ്മള് എന്താ പറയാ, ആ ഒരു കോള് കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ അവരോട് എങ്ങനെയായിരിക്കണം സംസാരിക്കേണ്ടത്? താങ്ക്സ് പറയണ്ടേ? യെസ്, താങ്ക് യു പറയാം. വിളിക്കുന്ന സമയത്ത് അവരെ ഗ്രീറ്റ് ചെയ്യുക, ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ഈവനിങ് ഏതാണെന്നുള്ളത് നോക്കിയിട്ട് അങ്ങനെ സംസാരിക്കുക. ഓക്കെ, പ്രോപ്പർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, പറയുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ടായിരിക്കണം ഫോണിൽ സംസാരിക്കേണ്ടത് അല്ലെ. ചെറിയ ഇൻഫോർമേഷൻസ് ആണെങ്കിൽ പോലും അത് ആക്യുറേറ്റ് ആയിട്ട് ക്ലിയർ കട്ട് ആയിട്ടുള്ള രീതിയിൽ സംസാരിക്കാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും അവർക്ക് സാധിക്കണം. ഓക്കെ, ഗ്രീറ്റിംഗ് അറിയാലോ. വെർട്ടെക്സിന്റെ ഭാഗമായിട്ട് വരുന്ന പേഷ്യൻസിനെ വാം വെൽക്കം ചെയ്യുക എന്നുള്ളത് അവരുടെ ഡ്യൂട്ടിയാണ് അല്ലെ. ഓക്കെ, അപ്പൊ വളരെ പ്ലസന്റ് ആയിട്ട് ചിരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഗ്രീറ്റിംഗ് രാവിലെ ആണെങ്കിൽ മോർണിംഗ്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കോഡ്സ് ഒക്കെ ഉപയോഗിച്ചുവാണെങ്കിൽ നമുക്ക് അവരെ ഗ്രീറ്റ് ചെയ്യാം. ഏതെങ്കിലും കോഡ്സ് ഉപയോഗിച്ചുകൊണ്ട് അവരുടെ വിസിറ്റിനെ നമ്മൾക്ക് ഗ്രീറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇതൊക്കെ അവരുടെ കമ്മ്യൂണിക്കേഷൻസുമായി ബന്ധപ്പെട്ടതാണ് കേട്ടോ. ദെൻ ഹോൾഡ്സ്. ഹോൾഡ് എന്താണ്? ഹോൾഡ് ഇവിടെ ആരെ ഹോൾഡ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ആരെ ഹോൾഡ് ചെയ്യുന്ന കാര്യമാണ്. പേഷ്യൻസിനെ ഒരുപാട് സമയം ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റുമോ? വെക്കണോ? ഇല്ല അല്ലെ, ഒരു നിശ്ചിത പീരീഡിനുള്ളിൽ അല്ലെ, നിശ്ചിത പീരീഡിൽ മാത്രമായിരിക്കണം നമ്മൾ അവരെ എന്ത് ചെയ്യേണ്ടത്? ഹോൾഡ് ചെയ്യേണ്ടത്. ഫോൺ കോളിലാണെങ്കിലും അല്ലെങ്കിൽ നേരിട്ട് വന്ന പേഷ്യൻസ് ആണെങ്കിൽ പോലും എന്താണ്,
ഫ്രണ്ട് ഓഫീസ് എന്ന നിലയിൽ അവർക്ക് എന്താണ് ഒരു നിശ്ചിത പരിധി ടൈം പരിധിക്കുള്ളിൽ മാത്രമേ ആ പേഷ്യൻസിനെ നമ്മൾ ഹോൾഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഫോൺ കോളിലാണെങ്കിൽ എന്താണ് നമ്മൾ അധിക സമയം ഡിലേ വരുത്താതെ ആ കോള് കട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് കാര്യം പറഞ്ഞതിന് ശേഷം കട്ട് ചെയ്യുക. നേരെ ഹോസ്പിറ്റലിലുള്ള പേഷ്യൻസ് ആണെങ്കിൽ എന്താണ് ചിലപ്പോ എന്തെങ്കിലും ഷെഡ്യൂളൊക്കെ കാരണം ചിലപ്പോൾ പേഷ്യൻസിന് അത് അപ്പോയിന്റ്മെന്റ് കിട്ടിയിരുന്ന വരില്ല. അപ്പൊ അധിക സമയം അവിടെ ഇരുത്താതെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയതിനു ശേഷം നമ്മള് അവരെ വിട്ടയക്കേണ്ടതാണ്. ഒരുപാട് സമയം അവരെ ഹോൾഡ് ചെയ്യിപ്പിക്കാനായിട്ട് പാടുള്ളത് ഹോസ്പിറ്റൽ പ്രത്യേകിച്ച് പേഷ്യൻസിന്റെ ഇടയിൽ അതൊരു വിരസത ഉണ്ടാക്കാനായിട്ട് കാരണമാകുന്നു. പിന്നെന്താണ് അത് ശരിക്കും ഹോസ്പിറ്റൽസിന് കൊടുക്കുന്ന ഒരു മോശമായിട്ടുള്ള സർവീസസ് എന്ന നിലയിൽ പേഷ്യന്റ് സാറ്റിസ്ഫൈഡ് അല്ലാത്ത രീതിയിൽ വിലയിരുത്തപ്പെടും. ഓക്കെ, യെസ്, അധികം സമയം വരെ നമ്മൾ ഹോൾഡ് ചെയ്ത് വെക്കരുത്. Then transverse and workspace. Transverse and workspace. എന്താണ് transverse and workspace? വർക്ക് എത്തിക്സിൽ വരുമ്പോ ഒരു വർക്ക് ചെയ്തിരിക്കുന്നത് ഇപ്പൊ റിസപ്ഷനിലാണ് വർക്ക് ചെയ്തിരിക്കുന്നുണ്ടെങ്കിൽ എന്താണ് ഉടനെ തന്നെ ചിലപ്പോ എന്താണ് അടുത്ത ഡിപ്പാർട്ട്മെന്റ്സ് എന്ന് പറഞ്ഞാൽ ചിലപ്പോ റിപ്പോർട്ട് ഡിസ്പാച്ച് റിസ്ക് ആയിരിക്കും, അല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലും തരത്തിലുള്ള അപ്പോയിന്റ്മെന്റ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും. ഇവരുടെ ഡിപ്പാർട്ട്മെന്റ്സിൽ തന്നെ എന്താണ് പെട്ടെന്ന് ട്രാൻസ്ഫേഴ്സ് ഓരോ വർക്ക് സ്പേസിലേക്ക് വരെ മാറ്റും. വർക്ക് സ്പേസിൽ മാറ്റുന്ന സമയത്ത് ഡിപ്പാർട്ട്മെന്റിനകത്ത് തന്നെ വ്യക്തിയുടെ ഡിപ്പാർട്ട്മെന്റിനകത്ത് തന്നെ മാറ്റങ്ങൾ കൊടുക്കണം. അത് ആക്സെപ്റ്റ് ചെയ്തിരിക്കണം. ആ വർക്ക് സ്പേസിന്റെ ഭാഗമാണ്. ഏത് ഡിപ്പാർട്ട്മെന്റിലേക്ക് മാറ്റിയാലും ജോലി ചെയ്യുക എന്നുള്ളത് ആരുടെ ഉത്തരവാദിത്തമാണ്? ആരുടെ ഉത്തരവാദിത്തമാണ്? ഫ്രണ്ട് ഓഫീസിന്റെ ഉത്തരവാദിത്തമാണ് കേട്ടോ. ഓക്കെ, അപ്പൊ അതവരുടെ വർക്ക് എത്തിക്സിന്റെ ഭാഗമാണ്. ഏത് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് തന്നാലും വർക്ക് ചെയ്യണം എന്നുള്ളത് കേട്ടോ. ഡിപ്പാർട്ട്മെന്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്താലും ആ വർക്ക് സ്പേസിൽ അവർ വർക്ക് ചെയ്യാന്നുള്ളത് അവരുടെ ഡ്യൂട്ടിയുടെ വർക്ക് എത്തിക്സിന്റെ ഭാഗമാണ്. Then clean from clutter. Clean from clutter എന്താണ്? ക്ലട്ടർ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ക്ലട്ടർ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ക്ലീൻ ഫ്രം ക്ലട്ടറിന് അലങ്കോലമായി കിടക്കുക എന്നുള്ളതാണ്. ഇവിടെ ഇവരുടെ വർക്ക് എത്തിക്സുമായി ബന്ധപ്പെട്ട് നമ്മളത് എങ്ങനെ പറയും? നമ്മൾ ഫസ്റ്റ് പഠിച്ച എന്താണ്? ഒരു ഹോസ്പിറ്റലിന്റെ ഫ്രണ്ട് അല്ലെങ്കിൽ ഫേസ് ആൻഡ് വോയിസ് എന്ന് പഠിച്ചില്ലേ? ഓക്കെ, അപ്പൊ ഒരു ഹോസ്പിറ്റലിന്റെ ഫേസ് എപ്പോഴും എങ്ങനെയായിരിക്കണം? അടുക്കും ചിട്ടയുള്ളതായിരിക്കണം അല്ലെ? യെസ്, ഒരിക്കലും അത് അലങ്കോലമായിട്ട് കിടക്കാനായിട്ട് പാടില്ല. ആ ഒരു ഡിപ്പാർട്ട്മെന്റ് തന്നെ എപ്പോഴും എങ്ങനെയായിരിക്കണം? ഒരു വർക്ക് എത്തിക്സിന്റെ ഭാഗമാണ് ആ ഒരു ഡിപ്പാർട്ട്മെന്റ് വെൽ ക്ലീൻ ആയിട്ട് കൊണ്ടുപോകുക എന്നുള്ളത് തന്നെ. വെൽ ഡിസിപ്ലിൻഡ് ആയിട്ടും എപ്പോഴും എങ്ങനെയായിരിക്കണം? നീറ്റ്നെസ് കീപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. എപ്പോഴും അത് ക്ലീൻ ആയിരിക്കുന്നത് ഫ്രണ്ട് ഓഫീസിന്റെ വർക്ക് എത്തിക്സിന്റെ ഭാഗമായിട്ട് അവർ പാലിക്കേണ്ട ഒന്ന് തന്നെയാണ് കേട്ടോ. ഓക്കെ, യെസ്, മനസ്സിലായോ? അത് ക്ലീൻ ഫ്രം ക്ലട്ടർ എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? ആ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ ക്ലീൻനെസ് നിലനിർത്തി കൊണ്ടുപോകുക എന്നുള്ളതാണ് കേട്ടോ. യെസ്, നെക്സ്റ്റ് വൺ ഓർഗനൈസ്ഡ്. ഓർഗനൈസ്ഡ് ആയിരിക്കണമെന്ന് ഒരു വർക്ക് എത്തിക്സിന്റെ ഭാഗമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊന്നാണ് എന്ത്? ഓർഗനൈസ്ഡ്. എന്താണ്? നോ വേർ ടു ഫൈൻഡ് തിങ്സ് ആൻഡ് പുട്ട് ദം ബാക്ക് ഇൻ ദെയർ പ്ലേസ്. എന്താ പറയുന്നത്? വായിച്ചു നോക്കി. ഓർഗനൈസ്ഡ്. അപ്പൊ അവരുടെ വർക്ക്സുമായി ബന്ധപ്പെട്ട് അല്ലെ, അവർ ഉപയോഗിക്കുന്ന ഓരോ സാധനങ്ങള് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താണ്, ഏതൊക്കെ മെറ്റീരിയൽസ് അല്ലെങ്കിൽ അവരുടെ ഉപയോഗിക്കുന്ന ഇപ്പോ അപ്പോയിന്റ്മെന്റ്സ് കാർഡ്സുകളായിരിക്കാം, പേഷ്യൻസിന്റെ ലെറ്റേഴ്സ്, അങ്ങനെ എന്ത് തരം അവരുടെ വർക്ക്സുമായി റിലേറ്റ് ചെയ്ത് വരുന്ന ഏത് തരം സാധനങ്ങളാണെങ്കിലും എന്ത് ചെയ്തിരിക്കണം? എടുക്കുന്ന പ്ലേസിൽ തന്നെ കറക്റ്റ് ആയിട്ട് പ്ലേസ് ചെയ്തിരിക്കുക അല്ലെ, എടുക്കുന്ന സാധനങ്ങൾ കറക്റ്റ് ആയിട്ട് വെക്കുക. അത് വർക്ക് എത്തിക്സിന്റെ ഭാഗമാണ് കേട്ടോ. അത് ഈ ഒരു വർക്കല്ല, എന്ത് കാര്യമാണെങ്കിലും നമ്മുടെ വീട്ടിലാണെങ്കിൽ എന്താണ് നമ്മൾ പറയില്ലേ, എടുത്ത സാധനം അവിടെ തന്നെ വെക്കാൻ പറയില്ലേ? നമ്മൾ അങ്ങനെ ചെയ്യാറുണ്ടോ?
കുട്ടികളെയൊക്കെ സംബന്ധിച്ചിടത്തോളം എടുത്ത സാധനങ്ങൾ പല സ്ഥലത്ത് എടുത്തിട്ട് പോകും അല്ലെ, ഇട്ടിട്ട് പോയി കളയും. നമ്മളായിരിക്കും എടുത്ത് വെക്കേണ്ടത്. ഓക്കെ, യെസ്. ഇവിടെ ഇത്രയുള്ളൂ. ഒരു വർക്ക് എത്തിക്സിൽ പറയുന്ന എന്താണ്, അവരുടെ എപ്പോഴും ഓർഗനൈസ്ഡ് ആയിരിക്കും. അതായത് അവരുടെ സാധനങ്ങളെല്ലാം തന്നെ റൈറ്റ് പ്ലേസിലായിട്ട് ഉണ്ടായിരിക്കണം. ഒന്നും തന്നെ എന്താണ് എടുത്ത സ്ഥലത്ത് നിന്ന് മാറ്റി കൊണ്ട് വയ്ക്കാതെ കറക്റ്റ് ആയിട്ട് പ്ലേസ് ചെയ്യാന്നുള്ളതാണ് കേട്ടോ. പിന്നെ എന്താ പറയുന്നത്, നോ ഫുഡ് ഡ്രിങ്ക്സ് ഇൻ കവേർഡ് കണ്ടെയ്നേഴ്സ്. ഫ്രണ്ട് ഓഫീസുകൾ ഭക്ഷണം കഴിക്കേണ്ടെന്നാണോ ഉദ്ദേശിക്കുന്നത്? ഭക്ഷണം ഒന്ന് കഴിച്ചാൽ ചെറുതൂല്ലേ? എന്താ അവിടെ ഉദ്ദേശിക്കുന്നത്? അല്ല, ഫുഡോ ഡ്രിങ്ക്സ് ഒക്കെ ഒരിക്കലും കവേർഡ് ആയിട്ടുള്ള കണ്ടെയ്നേഴ്സിലൊന്നും, അതായത് വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കരുത്. അതായത് ഇതുപോലെ ചിലവരൊക്കെ എന്താണ് പാക്കിങ്സിലൊക്കെ കൊണ്ടുപോയി ചെറിയ കണ്ടെയ്നേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് ഇപ്പൊ ഫ്രൂട്ട്സോ അല്ലെങ്കിൽ സലാഡ്സോ ജ്യൂസോ അങ്ങനെയൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോ തന്നെ ഭക്ഷണം കഴിക്കുക എന്നുള്ളത് ശരിയായ കാര്യമാണോ? വർക്ക് എത്തിക്സിന്റെ ഭാഗമായിട്ട് നമുക്ക് അതിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല അല്ലെ, ഒരിക്കലും അങ്ങനെ ചെയ്യരുത് എന്നാണ് അല്ലെ. യെസ്, അതായത് ആർക്കാണ് അതിന്റെ ഡിസ്റ്റർബൻസ് ഉണ്ടായിരിക്കുക, വരുന്ന പേഷ്യൻസിന് ദെൻ അവരുടെ ഡ്യൂട്ടിയെ തന്നെയാണ്, അവരുടെ റെപ്യൂട്ടേഷനെ തന്നെയാണ് അത് ബാധിക്കുന്നത്. ഓക്കെ, ആ യെസ്. Then socializing limited to break times. Socializing limited to break times. എന്താണ് ഒരു വർക്ക് ചെയ്യുന്ന എല്ലാ സമയത്തും ഒരിങ്ങനെ ബ്രേക്ക് ടൈം എടുക്കാൻ പാടുണ്ടോ? നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് കംപ്ലീറ്റ്ലി നമ്മള് സാഹചര്യത്തിനനുസരിച്ച് മാത്രം ബ്രേക്ക് ടൈംസുകൾ അലോ ചെയ്യുക അല്ലെ. പരിമിതപ്പെടുത്തിയ സമയത്ത് മാത്രം നമ്മൾ എന്താണ് ബ്രേക്ക് ടൈംസ്, അതായത് നമുക്ക് ഓരോ സമയം അനുവദിച്ചിട്ടുണ്ടായിരിക്കും അല്ലെ. ബ്രേക്ക് എന്ന് പറഞ്ഞ അല്ലെങ്കിൽ ഒരു ഫ്രഷ് ടൈം എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ടൈമിലല്ലാതെ ഒരിക്കലും നമ്മൾ എന്താണ് അനാവശ്യമായിട്ട് ബ്രേക്ക് ടൈംസുകൾ എടുക്കാനായിട്ട് പാടില്ല. നമ്മുടെ ജോലിയിൽ തന്നെയാണ് ബാധിക്കുന്നത് അല്ലെ. ഓക്കെ, പരിമിതപ്പെടുത്തിയ സമയത്ത് മാത്രമായിരിക്കണം, അത്ര ഇടവേളകളിൽ മാത്രമായിരിക്കും നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ബ്രേക്ക് എടുക്കേണ്ടത്. ഓക്കെ, അത് വർക്ക് എത്തിക്സിന്റെ പ്രധാന ഭാഗങ്ങളിൽ ഒന്നാണ്. ഓക്കെ, ഇപ്പൊ നമ്മള് ഫ്രണ്ട് ഓഫീസിന്റെ വർക്ക് എത്തിക്സുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പ്രൊഫഷണലിസവുമായി ബന്ധപ്പെട്ട് രണ്ട് കാര്യങ്ങളാണ് നോക്കിയത്. ഒന്ന് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്സ് ആൻഡ് വർക്ക് എത്തിക്സ്. ഇത് രണ്ടും മിക്സ് ചെയ്ത് വരുമ്പോൾ മാത്രമാണ് ഇവരൊരു പ്രൊഫഷണൽ ആയി എന്ന് പറയാൻ സാധിക്കുക കേട്ടോ. നല്ല രീതിയിൽ ഒരു പ്രൊഫഷണൽ ടച്ച് ഉണ്ട്, ടച്ചുള്ള രീതിയിലാണ് വർക്ക് ചെയ്യുന്നത് നമുക്ക് പറയാൻ സാധിക്കുള്ളൂ. ഓക്കെ, മനസ്സിലായവരുണ്ടോ? പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ആൻഡ് വർക്ക് എത്തിക്സ്. യെസ്, നമ്മൾ പഠിച്ചത് ഫ്രണ്ട് ഓഫീസിന്റെ സ്കില്ലിൽ ഒന്നാണ് അല്ലെ. ഫസ്റ്റ് സ്കില്ലാണ് പ്രൊഫഷണലിസം. സെക്കൻഡ് സ്കിൽ എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രോംപ്റ്റ്നെസ്. പ്രോംപ്റ്റ്നെസ് എന്താണ് പ്രോംപ്റ്റ്നെസ് എന്ന് പറയുന്നത്? ക്വിക്ലിയുള്ള റെസ്പോൺസ് അല്ലെ. അതായത് ക്വാളിറ്റി ഓഫ് ബീങ് ഓൺ ടൈം, ടൈംലി ഓർ റെസ്പോണ്ടിങ് ക്വിക്ലി ടു റിക്വസ്റ്റ് ഓർ സിറ്റുവേഷൻസ്. എത്രയും പെട്ടെന്ന് നമുക്ക് മറുപടി കിട്ടണം അല്ലെ. പ്രത്യേകിച്ച് ഒരു ജോലി എന്ന് പറഞ്ഞ എന്താണ്, വരുന്ന പേഷ്യൻസിനെ ഇന്ററാക്ട് ചെയ്യുക എന്നുള്ളത്, അവരുമായിട്ട് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യുക, അവർക്ക് വേണ്ട ആവശ്യങ്ങൾ ഉടനടി ചെയ്തു കൊടുക്കുക എന്നുള്ളത് തന്നെ ഇവരുടെ പ്രധാന ഡ്യൂട്ടി എന്ന് പറയുന്നത്. അപ്പൊ പ്രോഗ്രസ് ഉദ്ദേശിക്കുന്നത് എന്താണ്, പെട്ടെന്നുള്ള റെസ്പോണ്ടിങ് ആണ് അല്ലെ. അവർ ചോദിക്കുന്ന റിക്വസ്റ്റുകൾക്ക് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യണം, ടൈംലി മാനറിൽ തന്നെ അവർക്ക് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കണം. ഓക്കെ, യെസ്. നമ്മള് മലയാളത്തിൽ എന്താ പറയാ, കൃത്യനിഷ്ഠത എന്ന് വേണമെങ്കിൽ പറയാം അല്ലെ. പ്രോംപ്റ്റ്നെസ് ഉദ്ദേശിക്കുന്നത് എന്തായിരിക്കും, അതായത് ടൈംലി മാനറിൽ. ഇപ്പൊ പ്രത്യേകിച്ച് ഇവിടെ പറയുന്നുണ്ട്, promptness is integral as the receptionist is the point of contact for the external customers as well as the employees. അതായത് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്, ഒരു ഫ്രണ്ട് ഓഫീസിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് കൃത്യനിഷ്ഠമായ, അതായത് ഉപഭോക്താക്കളോടായാലും എംപ്ലോയീസിനോടായാലും സ്റ്റാഫുകളോടായാലും അവരുമായിട്ട് സമ്പർക്കം വരുന്ന സമയത്ത് എന്ത് കൊടുക്കേണ്ടതാണ്, ടൈംലി ആയിട്ട് പെട്ടെന്ന് അതിന് റെസ്പോൺസ് ഉണ്ടാക്കുന്ന രീതിയിലായിരിക്കണം അവർക്ക് ബിഹേവിയർ ഉണ്ടാവേണ്ടത്.
ഓക്കെ, ക്വിക്ലി റെസ്പോണ്ട് ചെയ്യാനായിട്ട് അവർക്ക് സാധിക്കണം. ഇതിലുള്ള ആ പ്രോംപ്റ്റസിന്റെ അവിടെ ടീച്ചർ പറയുന്ന പോയിന്റ് കൂടി ഒന്ന് എഴുതി വെച്ചോ കേട്ടോ. പ്രോംപ്റ്റസിന്റെ അവിടെ ടീച്ചർ പറയുന്ന പോയിന്റ് ഒന്ന് എഴുതി വെച്ചേ. The quality of being, the quality of being, the quality of being on time, the quality of being on time, the quality of being on time, or responding, or responding, or responding quickly to, or responding quickly to, quickly, Q-U-C-I-K-L-Y, quickly to request or situations, request or situation. ഒന്നുകൂടി പറയാം. The quality of being on time or responding quickly to request or situations. Okay, എഴുതിയായിരുന്നോ? Yes. Yes. ഇനി കോട്സിയും കൂടി ഒന്ന് പറഞ്ഞോട്ടെ ടീച്ചർ. കോട്സിയുടെ ഒരു പോയിന്റ് കൂടി പറയാം കേട്ടോ. ഇതാണ് കോട്സി. മര്യാദ അല്ലെ? Attention to be needs to be given to every person who walks in. എന്താ പറയുന്നത്? വരുന്ന ഓരോ വ്യക്തിക്കും നമ്മൾ എന്ത് കൊടുക്കണം? അറ്റൻഷൻ കൊടുക്കണം. ഏത് പേഷ്യൻസ് ആണെങ്കിലും ബൈസ്റ്റാൻഡേഴ്സ് ആണെങ്കിലും ആര് വന്നാലും എന്താണ് അവർക്ക് ഒരു പ്രത്യേകമായിട്ടൊരു അറ്റൻഷൻസ് നമ്മൾ കൊടുക്കേണ്ടതാണ്. ഓക്കെ, അത് ഓരോ ഫ്രണ്ട് ഓഫീസിന്റെ ക്വാളിറ്റീസ് ആ സ്കില്ലിൽ വരുന്നതാണ്. However, important guest and client should be treated with more attention. ഇനി ഇവിടെ പറയുന്ന ആരൊക്കെയാണ്? ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഗസ്റ്റുകളോ ക്ലയൻസുകളോ വരുന്ന സമയത്ത് അവർക്ക് നമ്മൾ എന്ത് കൊടുക്കുക? കുറച്ചുകൂടി അല്ലെ, കുറച്ചുകൂടി അറ്റൻഷൻ, കൂടുതൽ ശ്രദ്ധയോടുകൂടി അവരെ നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട്. ഓക്കെ, however, important guest and client should be treated with more attention. ഗസ്റ്റസോ ക്ലയൻസോ വരുവാണെങ്കിൽ അവരെ കുറച്ചുകൂടി കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടത് നമ്മൾ അത്യാവശ്യമാണ്. Then welcome everyone with a smile. വരുന്ന എല്ലാവരെയും നല്ലൊരു സ്മൈൽ, നല്ലൊരു പുഞ്ചിരിയോട് കൂടി നമ്മൾ സ്വീകരിക്കുക, വെൽക്കം ചെയ്യുക. Then conduct with everyone has to be polite. എന്താണ്? Conduct with everyone has to be polite. എല്ലാവരോടും എങ്ങനെയായിരിക്കും നമ്മൾ ബിഹേവ് ചെയ്യേണ്ടത്? പ്രത്യേകിച്ച് ഫ്രണ്ട് ഓഫീസുകള് മാന്യമായിട്ടായിരിക്കണം, വളരെ പൊളൈറ്റ് ആയിട്ടായിരിക്കണം ബിഹേവ് ചെയ്യേണ്ടത്. ഓക്കെ, ഒന്നുകൂടി പറയാം. കോഴ്സിൽ വരുന്ന എന്തൊക്കെയാണ്? needs to be given every person who walks in. വരുന്ന എല്ലാ പേഷ്യന്റ് ഹോസ്പിറ്റലിനകത്തേക്ക് വരുന്ന എല്ലാ വ്യക്തികൾക്കും പ്രത്യേകമായിട്ട് ശ്രദ്ധ കൊടുക്കുക. പ്രത്യേകിച്ച് ഗസ്റ്റസോ ക്ലയൻസോ വരെയായിട്ടുള്ള അവരുടെ പ്രത്യേക അറ്റൻഷൻസ് കൊടുക്കുക. അവരോട് നല്ല രീതിയിൽ ഒരു പുഞ്ചിരിച്ചായിരിക്കണം അവർ വെൽക്കം ചെയ്യേണ്ടത്. മാത്രമല്ല എന്താണ്, എല്ലാവരോടും നല്ലൊരു മാന്യമായിട്ടുള്ള പെരുമാറ്റത്തിലൂടെ ആയിരിക്കും അവരോട് ബിഹേവ് ചെയ്യേണ്ടത്, പൊളൈറ്റ് ആയിട്ട് ബിഹേവ് ചെയ്യുക. ഓക്കെ, നമ്മൾ 3 സ്കിൽസ് ആണ് ഇപ്പൊ നോക്കിയിരിക്കുന്നത്. ഫ്രണ്ട് ഓഫീസ് എക്സിക്യൂട്ടീവിന്റെ 3 സ്കിൽസിൽ ഒന്ന് വരുന്നത് എന്താണ്? പ്രൊഫഷണലിസം, പ്രോംപ്റ്റ്നെസ് ആൻഡ് കോൺസെപ്റ്റ്. ടീം വർക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.